സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന പല വികസന പദ്ധതികളുമുണ്ട്. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി 2005 UPA ഗവൺമെന്റ് ആണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അങ്ങനെ UPA ഗവൺമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് UPA ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് LDF, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും എല്ലാവരും ഉണ്ടായിരുന്നു അവരോടൊപ്പം UPA ഗവൺമെന്റിന്റെ സപ്പോർട്ടായിട്ട്. അന്ന് കൊണ്ടുവന്ന ആ പദ്ധതിയുടെ ഷെയറിങ് എങ്ങനെയാണ്? അതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമാണ്. അതിൽ 90% കേന്ദ്രവും 10% മാത്രം സംസ്ഥാനങ്ങളുമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയായിട്ടും മറ്റ് ചെലവുകളായിട്ടും ഒക്കെ എടുക്കേണ്ടത്. അപ്പൊ ആ സ്കീമിൽ മാറ്റം വരുത്തിയിട്ടില്ല, ഇപ്പോഴും അത് അതുപോലെ തന്നെ തുടരുന്നു. കാരണം അതിൽ മാറ്റം വരുത്തിയാൽ വലിയ കോളിളക്കം ഈ രാജ്യത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോദി ഗവൺമെന്റ് അതിൻ്റെ ഷെയറിങ്ങിൽ മാറ്റം വരുത്താത്തത്.